ശരണ്യേ ആ നയിച്ചു വെള്ളം കൊടുക്കും. എന്താ പതിവില്ലാത്തൊരു വിളിയൊക്കെ? ഞാനേ നീ അവിടെ ഇരിക്കും. ഞാനേ 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ ആലോചിക്കുക. നീ എന്നോട് പറയുന്നുണ്ടല്ലോ കാർത്തികയുടെ സ്വഭാവം ചേച്ചി ശരിയല്ലെന്ന്. അതെന്താ അവൾ ഈ ഫോണിൽ എപ്പോഴും ഫോണിലാ ചേച്ചി 24 മണിക്കൂർ. അവളാണെങ്കിൽ ഇത്രയൊക്കെ പഠിച്ചൊരു കുട്ടിയല്ലേ, അവൾക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് വേറെ ചെയ്യാൻ. ചോദിക്കുന്നുണ്ട്. നീ പറഞ്ഞപ്പോഴെല്ലാം ഞാൻ ചോദിച്ചപ്പോ അവള് പറയുന്നത് PSCയുടെ ആപ്ലിക്കേഷൻ അയക്കുമോ ചേച്ചി, ഞാൻ ആപ്ലിക്കേഷൻ അയക്കും. അങ്ങനല്ല ചേച്ചി, ഇവള് രാത്രിയില്ല അപ്പൊ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഫോണില. നമ്മളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിനല്ലേ ഫോൺ യൂസ് ചെയ്യുന്നത്. ഇത് 24 മണിക്കൂറും ഫോണിൽ എപ്പോഴും. എനിക്ക് ആരാണ്ട് മെസ്സേജ് ഇട്ട് ആരാ നോക്കട്ടെ. ഫോണൊക്കെ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാം. അതെ, നമ്മൾ ആവശ്യത്തിനേ ഉപയോഗിക്കാവുള്ളു. ഒരു മിനിറ്റ് ചേച്ചി, എനിക്ക് ആരോ മെസ്സേജ് ഇട്ട് ആരാ നോക്കട്ടെ. പറ ചേച്ചി, ഇതൊക്കെ ആവശ്യമില്ലാത്ത എടുത്താൽ കളഞ്ഞേക്കാം. അല്ല ഞാൻ ഇത് ആലോചിക്കുമായിരുന്നു. നീ ഇങ്ങനെ പറഞ്ഞപ്പോ തൊട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നെന്ന് കാണുമ്പം അപ്പോഴേ ഇവള് ഫോൺ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അവളിപ്പൊ വന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങളും അവളിപ്പൊ ശ്രദ്ധിക്കുന്ന പോലില്ല. എന്റെ കുഞ്ഞിനെ പോലും അവളിപ്പൊ നോക്കുന്നില്ല. ഇപ്പൊ ഞാൻ നോക്കേണ്ട ഒരു അവസ്ഥയായി. സമയത്ത് കുഞ്ഞിനെങ്കിലും ഒന്ന് നോക്കിയിരുന്നെങ്കിൽ. അതെ വന്ന് നിപ്പുണ്ട്. കാർത്തികേ, അല്ല നിന്നോടൊരു കാര്യം ചോദിക്കും. കൊതിഞ്ഞുണയൊന്നും അല്ല കാത്തു, നീ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. നിനക്ക് അല്ലേലും എപ്പോഴും ഉള്ളത് എന്നെ കാണുമ്പോ എന്തെങ്കിലും ഒന്ന് പറയണം. കുഞ്ഞു വന്ന് മോളെ. അല്ലെങ്കിൽ നാത്തൂൻ എന്റെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുമല്ലേ. ഞാൻ എപ്പോ മൊബൈൽ എടുത്തിട്ട് അങ്ങോട്ട് മാറുന്നു അപ്പൊ ഭാഗത്ത് പതിയെ വെറുതെ വേണ്ടിയാ ഞങ്ങൾ ഈ പറയുന്നത്. നീ എപ്പോഴും നമ്മൾ ഫോണ് വേണം, ഫോണെ പലർക്കും ഉപയോഗിക്കാനുള്ളതാണ്. അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം മതി. ചുമ്മാ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കരുത്. ചേച്ചി ഒരു ടീച്ചറല്ലേ, ചേച്ചി പറ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് അനാവശ്യ കാര്യങ്ങൾക്കല്ലല്ലോ. ഞാൻ ഒരു PSCയുടെ ഫോം അയക്കുക, അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനോ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഒരു മെസ്സേജ് അയക്കുക ചെയ്യുന്നത്. മോളെ, എന്നെ കുറ്റം പറയുന്നതല്ലാരും. നിനക്ക് നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം അറിയാമല്ലോ. നമ്മുടെ അച്ഛനെ നിനക്കറിയാമല്ലോ. അച്ഛൻ എങ്ങനെയാണ് നമ്മളെയോ നമ്മുടെ വീടിനെയോ നോക്കാറ് പോലുമില്ല. ഒരു കാര്യമില്ല. അച്ഛൻ രാവിലെ ഇറങ്ങി പോകുന്നു, എപ്പോഴെങ്കിലും ഒക്കെ കയറി വരുന്നു. എന്റെ പൊന്നു ചേച്ചി, അച്ഛനെ കുറിച്ചൊന്നും പറയൊന്നും പറയണ്ട. പറയാതിരിക്കുന്നയാ ഭേദം. അത് ഇവളോട് എന്തിനാ അതൊക്കെ പറയുന്നത്? കുഞ്ഞിനെ മുതൽ കണ്ടത് അച്ഛാ 50 വട്ടം ചായ ഇടാൻ ഇവിടെ എപ്പോഴും ചായ ഇടാൻ ഇവിടെ ആൾക്കാരൊന്നും ഇല്ല. രാവിലെ ഒരു വട്ടം ഇടും. ആ സമയത്ത് അച്ഛൻ ഇത് എവിടെ പോയേക്കുന്നത്? ഊരുതണ്ടലെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ചായ താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് കേൾക്കണം. എന്റെ സുമതിയുള്ളപ്പോ ഉണ്ടല്ലോ, ഞാൻ രാജാവിനെ പോലെ ആയിരുന്നു. അവളെ എന്റെ രാജാവിനെ പോലെ കരുതിയിരുന്നത്. സുമതി ഉള്ളപ്പോ അച്ഛൻ കുറെ അനുഭവിപ്പിച്ചല്ലേ സുമതിയെ. അപ്പൊ തിരിച്ച് അച്ഛൻ അതിന്റെ കിട്ടുന്നു. ഞാൻ അവളെ നോക്കിയില്ലയോ? അവളെ പൊന്നു പോലെ നോക്കിയത്. അല്ല കൊച്ചമ്മേ, ഈ അച്ഛന്റെ നടപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. രാവിലെ ആകുക, എണീച്ച് അച്ഛൻ എവിടോട്ടേലും ഒക്കെ അങ്ങ് പോവുക. പോയിട്ട് കുറെ കഴിയുമ്പോൾ വീട്ടിൽ കയറി വരിക. എന്നാൽ കെട്ടിക്കാൻ പ്രായമായ ഒരു പെണ്ണുണ്ട്. അവളുടെ കാര്യങ്ങൾ എനിക്ക് എന്നും ഇപ്പൊ ഈ വീട്ടിൽ വന്ന് നിന്നുകൊണ്ട് അവളെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? എന്തോ ചെയ്യാനാ മോളെ, അവൻ ചെറുപ്പത്തിലേ അങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പൊ നേരെയാക്കാൻ പറ്റുമോ? ഇപ്പൊ എല്ലാരും സഹിക്കുക തന്നെ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ചേച്ചി തസ്നിമോള് വന്നു. മോളെ ഇവിടെ ഇരിക്കും. മോളെ ഇരിക്കടി. കാർത്തിക ഇല്ലേ ചേച്ചി? കാർത്തിക ഉണ്ട് മോളെ. ഇവിടെ കാർത്തികയെ കുറിച്ചാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. അവള് കുറെ ദിവസം കൊണ്ട് ഫോണിൽ അങ്ങ് തോണ്ടി ഇരിക്കുവാണ്. അപ്പൊ ഇവിടെ ശരണ്യ വന്നിട്ട് പറയുന്നുണ്ട് അവൾ എപ്പോഴും ഫോണിലാണ് ചേച്ചി, അവളെ ഒന്ന് ശ്രദ്ധിക്കണം, അവൾക്ക് ഫോൺ വരുന്നുണ്ട്, അവൾ ഒളിച്ചു വെക്കുന്നു ഫോൺ എന്നൊക്കെ പറയുന്നു. മോഹം അങ്ങനെ വല്ലതും എന്തേലും അവിടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ വല്ലതും വല്ലതും അവൾക്ക് ഉണ്ടോ? വേറെ എന്തെങ്കിലും നിങ്ങൾ പോകുന്ന നിങ്ങൾ കൂട്ടുകാരികളല്ലയോ, നിങ്ങളോടൊക്കെ പറയത്തില്ലേ? ഇല്ല. കൊച്ചമ്മ എന്തോന്ന് വെച്ചാ ഒന്ന് അതിനോട് പറ. ഞാൻ എന്തോ പറയാനാ? എന്റെ മോളെ, ഇവളുമാര് 2 എണ്ണം 2 താടകളാ. എപ്പോഴും അങ്ങ് കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. അമ്മയില്ലാത്ത ഒരു കുഞ്ഞല്ലയോ, അതിനെങ്ങനെ വേദനിപ്പിക്കാൻ കൊള്ളാവോ? അതുകൊണ്ട് മോളെ ഞാൻ ഏൽപ്പിച്ചേക്കുവോ എന്റെ കുഞ്ഞിനെ. അവളുള്ള ഏതെങ്കിലും തെറ്റായ രീതിയിൽ പോവുകയാണെങ്കിൽ മോളെ എന്നോട് പറയണം. അവനോട് പറയരുത് കേട്ടോ. ഞാൻ അവളെ പറഞ്ഞ് നേരെയാക്കിക്കോളാം. ആന്റി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അവളുടെ കാര്യം ഞാൻ ഏറ്റ്.
അച്ഛമ്മേ അച്ഛമ്മേ അവിടെ ചേച്ചി വിളിക്കും. നമുക്ക് പോയാലോടി. എത്ര നേരം എന്നെ കുറ്റം പറഞ്ഞോണ്ടിരുന്നത് ഈ തള്ളയാ ഇപ്പൊ പറയുന്നത് കേട്ടോ. ഞാനൊന്ന് എല്ലാവർക്കും എന്നെ കുറ്റം പറയാനേ ഉള്ള സമയം. നിനക്കറിയത്തില്ലേ ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോത്തില്ലെന്ന്. ഇതിപ്പോ ഞാൻ എപ്പോ ഫോൺ എടുത്താലും എന്റെ പുറകിൽ നടക്കാൻ ആരെങ്കിലും കാണും. നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നമുക്ക് നമ്മുടെ ഭർത്തകാര്യം നോക്കണ്ട. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി അതിലും വലിയ പ്രശ്നമാകും. എന്നെ കൂടെ അങ്ങോട്ട് വിട്ടേക്കാം.